UPA സർക്കാരിന്റെ കാലത്ത് തന്റെ ശ്രമഫലമായി നൂറനാട് സ്ഥാപിച്ച ITVP ക്യാമ്പിനോട് അനുബന്ധിച്ചുള്ള കേന്ദ്രീയ വിദ്യാലയം യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങാൻ അധികമായി ആവശ്യമായ 1.73 ഏക്കർ ഭൂമി നൽകുവാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടതായും ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചതായും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അറിയിച്ചു. തന്റെ ശ്രമഫലമായി UPA സർക്കാരിന്റെ കാലത്ത് നൂറനാട് സ്ഥാപിച്ച ITBP ക്യാമ്പിനോടനുബന്ധിച്ചുള്ള കേന്ദ്രീയ വിദ്യാലയം യാഥാർത്ഥ്യമാക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങാൻ അധികമായി ആവശ്യമായ 1.73 ഏക്കർ ഭൂമി നൽകുവാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടതായും ഇത് സംബന്ധിച്ച അറിയിപ്പ് തനിക്ക് ലഭിച്ചതായും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങാൻ ആകെ ആവശ്യമായത് 5 ഏക്കർ ഭൂമിയാണ്. നിലവിൽ 3.5 ഏക്കറോളം ഭൂമി നിലവിലുള്ള ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാണ്. അധികമായി വേണ്ട 1.73 ഏക്കർ ഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായി ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ സർക്കാർ ഭൂമി അനുവദിക്കുന്നതിനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നിലവിൽ കേന്ദ്രീയ വിദ്യാലയത്തിനായി അനുവദിച്ചിരിക്കുന്ന ഭൂമി ക്യാമ്പിനോട് ചേർന്നുള്ള ഭൂമിയല്ല എന്നുള്ളത് ഒരു പ്രധാന ന്യൂനതയാണ്. ക്യാമ്പിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തു മാറിയാണ് ഭൂമി അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ക്യാമ്പിനോട് ചേർന്നുള്ള പ്രധാന കോംപ്ലക്സിൽ തന്നെ സാമൂഹ്യനീതി വകുപ്പിനായി 5 ഏക്കർ സ്ഥലവും കൃഷ്ണപിള്ള സ്മാരകത്തിനായി മറ്റൊരു 5 ഏക്കർ ഭൂമിയും കക്കൂസ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ശുചിത്വ മിഷൻ വഴി 50 സെന്റ് സ്ഥലവും അനുവദിക്കുവാൻ നേരത്തെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് MP പറഞ്ഞു. പ്രദേശത്തെ സാധാരണക്കാരുടെ കുട്ടികൾ മികച്ച നിലവാരത്തിൽ പഠിക്കുവാൻ അവസരമൊരുക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിനായി മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസവും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് സന്ദർശിക്കുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഭൂമിയേക്കാളും മികച്ച ഭൂമി ലഭ്യമാണെന്നിരിക്കെ അത്തരമൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഭൂമി കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും CBSE ബോർഡിന്റെയും മാനദണ്ഡങ്ങൾ പ്രകാരം യോജിച്ചവയാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്ഥലം സന്ദർശിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. CDNet ന്യൂസ്, ചാരിമൂട്.